അനുസരിച്ചിട്ട് താങ്കൾ 40 വർഷമായി ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. നിരവധി 40 പേരിലധികം പേര് ഈ ഹേമ കമ്മിറ്റി മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി പറയുന്നത് ഇതിൽ ഈ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷണം എന്ന് പറയാനുള്ള ആർജവം, അത് നമ്മൾ പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാം എന്ന് പറയുന്നപ്പുറം കേസെടുക്കട്ടെ എന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് താങ്കൾക്ക് ഒരു വ്യക്തിപരമായ നിലയിലെങ്കിലും കേസെടുത്ത് അന്വേഷണം എന്ന് താങ്കൾക്ക് പറയാം? തീർച്ചയായിട്ടും കേസെടുത്ത് അന്വേഷിക്കണം എന്ന നിർദ്ദേശത്തോട് നമുക്ക് യോജിപ്പ് തന്നെയാണ്. അത് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ സീൽ വെച്ച കവറിൽ ഹൈക്കോടതിയിൽ കൊടുക്കുമ്പോൾ ഹൈക്കോടതി ഏത് രീതിയിലാണ് ഇതിലെ പേരുകൾ പുറത്ത് വിടുക, ഏത് രീതിയിലാണ് അന്വേഷണം, അത് ഹൈക്കോടതി തീരുമാനിക്കും. അതിനെതിരല്ല, ഞങ്ങളെതിരല്ല. അങ്ങനെ പുറത്തു വരുന്നതിനും അവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനും ഞങ്ങളെതിരല്ല. പേര് പുറത്ത് വരട്ടെ. പുറത്ത് വന്നാൽ ഇതിൽ ഓരോരുത്തർക്കും ഗോസിപ്പ് നടത്താനുള്ള അവസരമാണ് കുറയുക. ഇപ്പോൾ പേര് പുറത്ത് വന്നില്ലെങ്കിൽ അത് ഇന്നാരായിരിക്കും, ആ നടി പറഞ്ഞിട്ടുള്ളത് ഇന്നാരെക്കുറിച്ചാണ് എന്നുള്ളൊരു സംഭവം വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് പേര് പുറത്ത് വരട്ടെ. അതിന് ഹൈക്കോടതി അനുവദിക്കുമെങ്കിൽ തീർച്ചയായിട്ടും പേര് പുറത്തു വരട്ടെ. ഹൈക്കോടതി അനുവദിക്കുമെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ വരട്ടെ. ഹൈക്കോടതി തീരുമാനിക്കുകയാണെങ്കിൽ അവർക്കെതിരെ ശിക്ഷ വരട്ടെ. ഇപ്പോൾ ആ കാര്യങ്ങളിൽ ഹൈക്കോടതിയാണ് മുൻകൈ എടുക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും. ഇപ്പോൾ സർക്കാരിൽ നിന്നും അത് കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ കോടതി ഉചിതമായ തീരുമാനം എടുക്കുന്നത് ഞങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ്. അതിന് കോടതിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ കോടതി ഞങ്ങളിൽ ആരെ വിളിച്ചിരുന്നാലും ഞങ്ങൾക്ക് അറിവുള്ള കാര്യം മൊഴിയായി രേഖപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ ഒരുപാട് സ്ത്രീകൾ അവരുടെ ദുരനുഭവം വ്യക്തമാക്കിയിരിക്കുന്നു. പലരും അമ്മയിലോ മറ്റേതെങ്കിലും സംഘടനയിലോ അംഗങ്ങളാണ്. നമ്മുടെ വീട്ടിനകത്ത് വന്ന് നമ്മുടെ ഒരു ദുഃഖം പറയാൻ ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ ആ വീട് സുരക്ഷിതമല്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ അമ്മയാണെങ്കിലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട മറ്റ് സംഘടനകളെ പോലും ഈ ആളുകൾ, ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ പോയ ആളുകൾ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നുള്ള ഒരർത്ഥം കൂടിയല്ലേ? അല്ല, അങ്ങനെ ഒരു മീനിങ് അതിൽ വരുന്നില്ല. കാരണം ഇങ്ങനെ പരിഭവം പറയാനുള്ള ഒരു വേദി ഒരുങ്ങിയത് ഈ ഹേമ കമ്മിറ്റി എന്നുള്ളൊരു കമ്മിറ്റി ഫോം ചെയ്തതോടുകൂടിയാണ്. ഹേമ കമ്മിറ്റി ഫോം ചെയ്തത് 5 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ ഹേമ കമ്മിറ്റിയിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ നമ്മുടെ എന്താ പറയുക, ടോയ്ലറ്റ് സൗകര്യങ്ങൾ. ഞാൻ അടുത്ത കാലത്ത് അഭിനയിച്ച ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന 1500 ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. ഒരു 5-10 കൊല്ലം മുമ്പുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അല്ല. അവിടെ ഈ 1500 പേർക്കും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് വളരെ നീറ്റായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ വന്നതിന് ശേഷമുള്ള ഒരുപാട് കാര്യങ്ങളിൽ വളരെ അധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ കൊടുത്തിട്ടുള്ള മൊഴികൾ അപ്രസക്തമാണെന്ന് ഞാൻ പറയില്ല. 5 കൊല്ലം മുമ്പ് നടന്നാലും 10 കൊല്ലം മുമ്പ് നടന്നിരുന്നാലും അട്രോസിറ്റീസ്, ലൈംഗികമായ ചൂഷണം അതൊരിക്കലും സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ല. അതിന് നിയമ നടപടികൾ വരണം. ഇത് അമ്മ എന്ന് പറയുന്ന ഈ മെമ്പേഴ്സ്, ഇനിയിപ്പോൾ ആരോപണങ്ങൾ ആർക്കെങ്കിലും നേരെ വന്നിട്ടുണ്ടെങ്കിൽ അവർ അഗ്നിശുദ്ധി തെളിയിക്കട്ടെ.